ഹായ്, നമ്മുടെ സെഷനിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ Moodle LMS പേജിൽ ഒരു URL ആഡ് ചെയ്യുക. കാരണം നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് പലപ്പോഴും പല ലിങ്കുകൾ, റിസോഴ്സുകൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അഡ്രസ് ആവാം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നമ്മളുടെ ഡ്രൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഫയല് നമ്മുടെ ഈ LMS സിസ്റ്റത്തിന്റെ അപ്ലോഡ് ലിമിറ്റുകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ, ബൈപ്പാസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫയല്, ബിഗർ സൈസുള്ള ഫയലുകൾ ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനമാണ് പറയുക. നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ പല പല കോഴ്സുകൾ ഉണ്ടാവും, നമ്മൾ ഏത് കോഴ്സിലാണ് എൻറോൾഡ് ആയിരിക്കുന്നത് ആ ഒരു കോഴ്സിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ പട്ടാമ്പി ട്രെയിനിങ് പേജിന്റെ, പട്ടാമ്പി കോളേജിലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ട്രെയിനിങ് പേജിൽ ഉള്ള ഒരു കോഴ്സിൽ ആണ് നിൽക്കുന്നത്. അത് ഏത് മോഡ്യൂളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനിഷ്യലി ഇത് നമ്മളുടെ ടേൺ എഡിറ്റിംഗ് ഓൺ എന്നാക്കിയാൽ മാത്രമാണ് നമുക്ക് എഡിറ്റിംഗ് ആ ഒരു പോർട്ടൽ നമുക്ക് നടത്താനായിട്ട് പറ്റുകയുള്ളൂ. ഇനിഷ്യലി അത് ഓൺ ആയിരുന്നു, ഞാനതൊന്നുകൂടെ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി കാണിക്കുകയാണ്. ടേൺ എഡിറ്റിംഗ് ഓൺ. ഓക്കെ, അതോടുകൂടി നമ്മളത് നമ്മൾ ആ ഒരു എഡിറ്റിംഗ് മോഡിലേക്ക് എത്തും. ബൈ ഡിഫോൾട്ട് അത് ഓഫാണ്. നമുക്കത് ഓൺ ആക്കിയാൽ മാത്രമാണ് നമ്മുടെ കോഴ്സിൽ ആസ് എ ടീച്ചർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ടുകൾ കൊടുക്കാനായി പറ്റുകയുള്ളൂ. ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്. ഇവിടെ പല വിൻഡോസ് ഉണ്ട്. നമ്മൾ ഏത് മോഡ്യൂൾ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് എന്നുള്ളത്. മോഡ്യൂൾ വൈസ് ആവണമെന്നില്ല, വീക്ക്ലി ആവാം. പല പല കോഴ്സ് ഫോമാറ്റുകളുണ്ട്, അത് നിങ്ങൾക്ക് പരിചയമുള്ളതാണെന്ന് കരുതുന്നു. ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ പോപ്പപ്പ് ചെയ്തിരിക്കുന്ന വിൻഡോയിൽ കുറെ അധികം ടൂളുകൾ, ഇതാണ് നമ്മളുടെ ടൂൾ കിറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടൂളുകൾ മാത്രം ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ LMS മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അതിൽ നമ്മളുടെ ഈ ഒരു URL എന്നുള്ളൊരു ടൂളിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. നമ്മളിപ്പം എന്താണ് ആ ലിങ്ക് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നെയിം ആയിട്ട് കൊടുക്കണം. ഇപ്പം ലിങ്ക് ടു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്, അല്ലെങ്കിൽ ലിങ്ക് ടു സ്വയം വെബ്സൈറ്റ്, സ്വയം പോർട്ടൽ. നമ്മൾ കുട്ടികളോട് ക്ലാസ്സിൽ പറയുന്നു നിങ്ങൾ സ്വയം കോഴ്സുകൾ ചെയ്യണം എന്നുള്ളത് പറയുന്നു. എന്നിട്ട് ഞാൻ അതിന്റെ ലിങ്ക് LMS വഴി ഷെയർ ചെയ്യാമെന്ന് പറയുന്നു. അവിടെ ഞാനിവിടെ സ്വയം പോർട്ടലിന്റെ ലിങ്ക് ഞാനിവിടെ കോപ്പി ചെയ്യുന്നു. ദെൻ അവിടെ എത്തി ആ ഒരു എക്സ്റ്റേണൽ URL നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്കൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. വേണമെങ്കിൽ നമുക്കത് ഇപ്പൊ സ്വയത്തിന്റെ ഈ ഒരു ലോഗോ വേണമെങ്കിൽ നമുക്ക് കോപ്പി ഇമേജ് എന്ന് പറഞ്ഞ് കൊടുക്കുകയും ഇവിടെ Ctrl+V എന്ന് പറഞ്ഞ് അത് പേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. റൈറ്റ് മൗസ് അല്ല, Ctrl+V. ഓക്കെ, ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ ഓൺ കോഴ്സ് പേജ് എന്ന് കൊടുക്കുന്നതോടുകൂടി ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കോഴ്സ് പേജിൽ കൂടി കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പിയറൻസ് എന്നുള്ള ഒരു ഏരിയയിൽ അത് എംബഡഡ് ഓട്ടോമാറ്റിക് എന്നായിരിക്കും ബൈ ഡിഫോൾട്ട് അത് ഉണ്ടാവുക. ഞാൻ ഓട്ടോമാറ്റിക് എന്ന് കൊടുത്തിട്ട് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് സൈഡിൽ കാണുന്നത് ആ സ്വയം എന്നുള്ളൊരു ഐക്കണോട് കൂടി ലിങ്ക് ടു സ്വയം പോർട്ടൽ എന്നായിരുന്നു. കുട്ടികൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ആ ഒരു ഇതിന്റെ ലിങ്ക് ഓപ്പൺ ആയി വരും. നമുക്കിത് വേണമെങ്കിൽ വീണ്ടും ഞാനിത് എഡിറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നിന്ന ആ ഒരു ക്രിയേറ്റ് ചെയ്ത ആ ഒരു വിൻഡോയിലേക്ക് തന്നെ എത്തുന്നു. അപ്പിയറൻസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പോപ്പപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പോപ്പപ്പ് സ്ക്രീൻ ആയിട്ട് വരികയും നമ്മുടെ സ്ക്രീൻ അത് തന്നെ. മറ്റു ഓപ്ഷനുകൾ എംബഡഡ് ഇൻ ഫ്രെയിം എന്നുള്ളതാണ്. എംബഡഡ് ഒക്കെ നമുക്ക് ഫയലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്കത് പരിചയപ്പെടുത്താം. എംബഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് എംബഡഡ് മോഡ് സപ്പോർട്ട് ചെയ്യുന്ന എന്നുവെച്ചാൽ ഈ ഒരു പേജിൽ തന്നെ ഇത് ഓപ്പൺ ആകുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളാണെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇൻ ഫ്രെയിം എന്ന് ഞാനിവിടെ ഇൻ പോപ്പപ്പ് എന്ന് കൊടുക്കുന്നു, സേവ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഞാനിത് വീണ്ടും എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എത്തിയത്. സോ നമ്മൾ സ്റ്റുഡന്റ് സൈഡിൽ ഇത് കാണുന്നത്, അവരത് ക്ലിക്ക് ചെയ്ത് കഴിയുന്നതോടുകൂടി ഒരു പോപ്പപ്പ് വിൻഡോ വരികയും അവർക്ക് ആ ഒരു പോർട്ടലിലേക്ക് ഉള്ള ആക്സസ് ആകുകയും, ഇത് വേറൊരു എൻറ്റയർലി പുതിയൊരു വിൻഡോ ആയിട്ടാണ് അത് ഓപ്പൺ ആയത്. ഓക്കെ, ഇത് നമ്മൾ പട്ടാമ്പി കോളേജിലെ പേജിലാണ് ചെയ്തതെങ്കിൽ ഞാനിത് മഹാരാജാസ് കോളേജിലെ പേജ്, കാരണം നമുക്കറിയാം വേറൊന്നിനും വേണ്ടിയല്ല, ടീമിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ തന്നിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടേക്ക് എത്തുന്നു. അവിടേക്ക് എത്തിയതിനു ശേഷം വിവിധ കോഴ്സുകൾ നമുക്ക് എൻറോൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഏത് കോഴ്സിലാണ് അത് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പം BA ഓണേഴ്സിന്റെ
ഒരു കോഴ്സിൽ. അപ്പൊ ഇവിടെ ടേൺ എഡിറ്റിംഗ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടല്ല നേരത്തെ കണ്ടതുപോലെ, ഇവിടെ കണ്ടില്ലേ ഒരു പെൻ ഐക്കണോട് കൂടി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ LMSന്റെ തീമിനും അതിന്റെ വേർഷനും അനുസരിച്ച് നമ്മളുടെ ഐക്കണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ലേ ഔട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ, വൺസ് അത് മനസ്സിലാക്കിയാൽ അത് തന്നെ ആയിരിക്കും പിന്നീട് എന്നുള്ളത്. ഇവിടെയാണ് ടേൺ എഡിറ്റിംഗ് ഓൺ. ഞാൻ ടേൺ എഡിറ്റിംഗ് ഓൺ എന്നാക്കുന്നു. അതിനുശേഷം ഞാൻ ഏറ്റവും താഴെ ഒരു മോഡ്യൂളായിട്ട് ടോപ്പിക് 8 അല്ല മോഡ്യൂൾ 5 ഒരു അഡൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്. അപ്പൊ ഇപ്പൊ ടൂൾ ബോക്സ് വന്നതിന്റെ ചെറിയ ലേഡിൽ ചെറിയ വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. URL എന്നുള്ളിടത്ത് ഞാൻ ഇവിടെയൊക്കെ കൊടുക്കാൻ പോകുന്നത് ഒരു ബുക്കാണ്. അപ്പൊ ഞാൻ ഒരു ലിങ്ക് ഞാൻ ഡ്രൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയൊരു സൈസ്, നമുക്ക് അപ്ലോഡ് സൈസ് ഒക്കെ നമ്മുടെ ഓരോ കോളേജിലും പല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ സെർവർ സ്പേസിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ലിങ്ക് നമ്മളുടെ ബുക്കിന്, ഞാനിപ്പോ ഇവിടെ എന്റെ ഡ്രൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബുക്ക്. ഓക്കെ, ഇത് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഷെയർ കോപ്പി ലിങ്ക്. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ആക്സസ് റെസ്ട്രിക്റ്റഡ് അല്ലാതാക്കാനുള്ള ശ്രദ്ധ കൂടി ഉണ്ടാവണം. ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തി. ഞാനിവിടെ റെഫറൻസ് ബുക്ക് എന്ന മട്ടിൽ ഒരു റെഫറൻസ് ബുക്ക്, അതിനെ കുറിച്ചുള്ള ചെറിയ വിശദീകരണങ്ങൾ ഇവിടെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, കൊടുക്കാതെ ഇരിക്കാം. ഇവിടെ ഇത് പേസ്റ്റ് എന്ന് കൊടുക്കുന്നു. നമ്മൾ ആ ഒരു ഡ്രൈവിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു. അപ്പിയറൻസിൽ ഓട്ടോമാറ്റിക് ആണ് കിടക്കുന്നത്. ഞാനത് പോപ്പപ്പ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എംബഡർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഗൂഗിൾ ഡ്രൈവ് ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് എന്നോ സേവ് ആൻഡ് ഡിസ്പ്ലേ എന്ന് കൊടുത്താലോ അത് സംഭവിക്കും. ഇവിടെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയോ, ഡിസ്ക്രിപ്ഷൻ അത് പേജിൽ ഓപ്പൺ ആക്കണമെന്ന് പറയുകയോ ചെയ്തിരുന്നില്ല. ഷോ ഇൻ കോഴ്സ് പേജ് എന്ന് കൊടുക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ താഴെയുള്ള ഏരിയയിൽ അത് കാണാത്തത്. ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു ബുക്ക് ഇവിടെ ഓപ്പണായി വരികയാണ്. അപ്പൊ ഇതൊരു പക്ഷേ ഒരു വലിയ ബുക്കായിരിക്കാം, ഒരു 10-50 MB ഒക്കെ ഉള്ള ഒരു ബുക്കായിരിക്കാം. അത് നമ്മളുടെ സെർവറിനെ ബാധിക്കാത്ത രീതിയിൽ നേരെ നമ്മൾ ഈ ഒരു ഒരേ ഫയൽ തന്നെ പലയിടത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. ഇങ്ങനെയാണ് ഒരു URL നമുക്ക് നമ്മളുടെ